നിങ്ങളൊരു ചെരുപ്പ് വാങ്ങി ഉടൻ തന്നെ അത് കേടായെന്ന് വിചാരിക്കുക. എന്തു ചെയ്യും? പലരും പുതിയൊരു ചെരുപ്പ് വാങ്ങും. ചിലർ അതൊന്ന് നേരെയാക്കാൻ നോക്കും. നേരെയാക്കാനും കഴിഞ്ഞില്ലെങ്കിലോ, അല്ലെങ്കിൽ അതിനുള്ള സ്പെയർ പാർട്സുകളൊന്നും തന്നെ ലഭ്യമായില്ലെങ്കിലോ പുതിയ ചെരുപ്പ് തന്നെ വാങ്ങുമായിരിക്കാം. പക്ഷേ അങ്ങനെയല്ലാതെ ആ കമ്പനിക്കെതിരെ കേസ് നൽകി നഷ്ടപരിഹാരവും പുതിയ ചെരുപ്പും വാങ്ങിയ ഒരു വ്യക്തിയുണ്ട് പാലക്കാട്. നമുക്കൊന്ന് കാണാം. ഞാനൊരു ചെരുപ്പ് വാങ്ങിച്ചു. മണിക്കൂറുകൾക്കകം ആ ചെരുപ്പിൻ്റെ വള്ളി തെരുവുനായ കടിച്ച് പൊട്ടിച്ചു. ആ ചെരുപ്പ് നന്നാക്കി കിട്ടുന്നതിന് വേണ്ടി ഞാൻ വാങ്ങിയ കടയെ സമീപിച്ചു. അവർ സ്വാഭാവികമായും ചെരുപ്പ് നന്നാക്കുന്ന രണ്ടാളുകളുടെ വിലാസം പറഞ്ഞു തന്നു. ഞാൻ അതനുസരിച്ച് അവരെ സമീപിച്ചു. അവർ ആ മെറ്റീരിയൽ അവിടെ അവൈലബിൾ അല്ല, അത് ലഭ്യമാണെങ്കിൽ നേരെയാക്കി തരാമെന്നാണ് അറിയിച്ചത്. പലരും പോട്ടെ എന്ന് വിചാരിക്കുന്നിടത്ത് വെറുതെ അങ്ങ് പോയാൽ പോരെന്ന് ഒരാൾ വിചാരിച്ചു. ഒരു ചെരുപ്പ് വാങ്ങി മണിക്കൂറുകൾക്കുള്ളിലാണ് അത് നായ കടിച്ചതിനെ തുടർന്ന് കേടായത്. ശരിയാക്കി ഉപയോഗിക്കാൻ ആവശ്യമായ സാധനങ്ങളൊന്നും ലഭ്യമാകാത്ത സ്ഥിതിയും വന്നു. കമ്പനിയോട് ഇതിൻ്റെ മെറ്റീരിയൽ അവൈലബിൾ ആക്കി തരികയോ അതല്ലാത്ത പക്ഷം ഈ ചെരുപ്പ് നന്നാക്കി തരണം എന്നും ആണ് അവരോട് ആവശ്യപ്പെട്ടത്. അതിൻ്റെ ചെലവ് വഹിക്കാൻ ഞാൻ തയ്യാറാണെന്നും രേഖാമൂലം തന്നെ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് നിഷേധാത്മകമായ ഒരു സമീപനമാണ് എനിക്കുണ്ടായത്. ഓരോ ഉപഭോക്താവിൻ്റെയും അവകാശം അവർ തിരിച്ചറിയണമെന്ന ചിന്തയുടെ പുറത്താണ് ബോബൻ മാട്ടുമന്ത ഇറങ്ങിത്തിരിച്ചത്. കൺസ്യൂമർ കോടതി ഒരു മീഡിയേറ്ററെ നിയോഗിച്ചു. ആ മീഡിയേറ്റർ നടത്തിയ ഒന്നാം വട്ട ചർച്ച പരാജയപ്പെട്ടു. രണ്ടാം വട്ട ചർച്ചയിലാണ് 5000 രൂപ നഷ്ടപരിഹാരവും പുതിയ ഒരു ജോഡി ചെരുപ്പും തരാമെന്ന് കമ്പനി ഏറ്റത്. അതിനെ തുടർന്നാണ് കേസ് അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗോകുൽ VS നമുക്കൊപ്പം ചേരുകയാണ് കൂടുതൽ വിശേഷങ്ങൾ പറയാൻ. ഗോകുൽ, ഈ നിയമം, നമുക്ക് നീതി നേടിത്തരാൻ നിയമങ്ങൾ പലതുമുണ്ട്, പക്ഷെ അതേപ്പറ്റി നമുക്കൊന്നും അറിവില്ല എന്നതാണ് ഒരു സത്യമല്ലേ? ഇപ്പോൾ ഇദ്ദേഹം ബോബൻ മാട്ടുമന്ത എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് ഈ നിയമത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു നിയമ പോരാട്ടത്തിലൂടെ അദ്ദേഹത്തിന് നീതി ലഭിച്ചത് അല്ലേ? ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹത്തിന്റെ ജോലി എന്താണ്? കൂടുതൽ വിശദാംശങ്ങൾ പറയൂ ഗോകുൽ. പാലക്കാട് ഒരു സാമൂഹ്യ പ്രവർത്തകനും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകനൊക്കെയാണ് ബോബൻ മാട്ടുമന്ത. ഒരുപാട് വിവരാവകാശ രേഖകളൊക്കെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലൊക്കെ അന്വേഷിച്ച് പോയി പലതരത്തിലുള്ള അഴിമതികളും തട്ടിപ്പുകളൊക്കെ തന്നെ ഇയാൾ പുറത്തു കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് ബോബൻ മാട്ടുമന്ത. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു കേസ് കൊടുക്കാണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെരുപ്പ് വാങ്ങി അത് പട്ടി കടിച്ച് നശിച്ചു, നമ്മൾ ഈ വാർത്തയിൽ പറഞ്ഞ പോലെ. പക്ഷേ ഇതിലൊരു പ്രശ്നം അദ്ദേഹം കണ്ടത്, ഇത് നേരെയാക്കാൻ മറ്റു മാർഗങ്ങളൊന്നും ആളുടെ മുന്നിൽ ഇല്ലാത്ത അവസ്ഥ വന്നു. കാരണം ഇത് ഓരോ ഉപഭോക്താവും പല ഉൽപ്പന്നങ്ങളും വാങ്ങുന്നത് ഇതൊക്കെ നേരെയാക്കി ഉപയോഗിക്കാൻ കഴിയും, അല്ലെങ്കിൽ കേടുവന്നാൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ അതിന് കഴിയാത്തൊരു സ്ഥിതി വന്നു. ഈ കമ്പനിയെ പല കുറി ബന്ധപ്പെട്ടു, ഞാൻ എൻ്റെ പണം തരാം, നിങ്ങളതൊന്ന് നേരെയാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അതൊന്നും തന്നെ ഉണ്ടായില്ല. അങ്ങനെയാണ് അദ്ദേഹം ഇത് കേസ് കൊടുക്കുന്നത്. അതായത് ഉപഭോക്താവിന് ഒരുപാട് അവകാശങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ സ്പെയർ പാർട്സുകൾ ലഭ്യമല്ലെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കണം, അല്ലെങ്കിൽ അത് ബോക്സിൽ എഴുതണം, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പാലിച്ചില്ല എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഈ ഹർജിയിൽ പറഞ്ഞത് കോടതി അതൊരു സെറ്റിൽമെൻറ്റിന് വിടുകയാണ്, മധ്യസ്ഥ ചർച്ചയ്ക്ക് വിട്ടു. ആദ്യത്തെ ചർച്ച പരാജയപ്പെട്ടു. രണ്ടാമത്തെ ചർച്ചയിലാണ് ഇതിലൊരു തീരുമാനമായത്. അങ്ങനെ 5000 രൂപ നഷ്ടപരിഹാരവും പുതിയ ഒരു ജോഡി ചെരുപ്പുമാണ് അങ്ങനെ ബോബൻ മാട്ടുമന്തയ്ക്ക് കിട്ടിയത്. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഞാനിത് ഏതെങ്കിലും രീതിയിൽ ഈ ചെരുപ്പ് വീണ്ടും നേടിയെടുക്കാനോ അല്ലെങ്കിൽ ഈ നഷ്ടപരിഹാരത്തിനോ വേണ്ടിയോ ഒന്നും തന്നെയല്ല ഇങ്ങനൊരു കേസ് നടത്തിയത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഓരോ ഉപഭോക്താവിനും അവരുടേതായുള്ള അവകാശങ്ങളുണ്ട്. അത് പലതരത്തിലുള്ള അവകാശങ്ങളുണ്ട്. നമ്മളൊരു ഒരു കാര്യം ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങുമ്പോൾ ആ കമ്പനിയെ വിശ്വസിച്ചുകൊണ്ടാണ് അത് വാങ്ങുന്നത്. അതിന് നമുക്ക് കുറച്ച് നാളുകൾ, ഒരു വർഷത്തിലോ അധികം വാറണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെ ലഭിക്കും. അതോടൊപ്പം തന്നെ അത് നേരെയാക്കാൻ ആവശ്യമായ സംവിധാനങ്ങളൊക്കെ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആകും. അങ്ങനെ പലതരത്തിലുള്ള വിശ്വാസ്യതയോടുകൂടിയാണ് കമ്പനിയിൽ നിന്നൊരു ഉൽപ്പന്നം വാങ്ങുന്നത്. എന്നിട്ട് അത് നടന്നില്ലെങ്കിൽ, അത് നേരെയാക്കാനോ അല്ലെങ്കിൽ മാറ്റി ഉപയോഗിക്കാനോ ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ അത് അവിടെ ആ വിശ്വാസത്തെ ബാധിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്കിടയിൽ ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഓരോ ഉപഭോക്താവും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണം. എങ്കിൽ മാത്രമേ നമ്മൾ പണം നൽകിയാണ് വാങ്ങുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ ഈ രീതിയിൽ ഇവരുടെ ചൂഷണങ്ങളിൽ നിന്നൊക്കെ തന്നെ മുക്തി നേടാൻ കഴിയുള്ളൂ. അത് തന്നെയാണ് ഇത്തരം ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ നമ്മളെ സഹായിക്കുന്നത് എപ്പോഴും നമ്മുടെ നിയമങ്ങൾ, അവകാശങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നത് തന്നെയാണല്ലേ. നമ്മളിൽ എത്ര പേർക്ക് ഇങ്ങനെ ഒരു അവകാശം നമുക്കുണ്ട്, ഇങ്ങനെ ഒരു നിയമമുണ്ട് എന്ന കാര്യം അറിയാമായിരുന്നു അല്ലേ? എന്തായാലും പുതിയൊരു അറിവ് തന്നെയായിരുന്നു. ശരി, എന്തായാലും ഇദ്ദേഹത്തെ ബോബൻ മാട്ടുമന്ത എന്ന ഈ ഒരു ആളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇദ്ദേഹം ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ കൂടിയാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് എന്ന് കൂടി പറയുന്നുണ്ട്.